നിയുക്ത മന്ത്രി എം ലിജുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ഒരുപാട് തിരിച്ചടികളിലൂടെയാണ് കടന്നു വന്നത്. ഒടുവിൽ ജയം. ഇപ്പോൾ കന്നിക്കാരനായി തന്നെ മന്ത്രിസ്ഥാനത്തേക്ക്. എങ്ങനെയാണ് വ്യക്തിപരമായ ഒരു ഫീൽ? വ്യക്തിപരമായി എനിക്ക് സന്തോഷമുണ്ട്. അമിതമായ സന്തോഷം തരത്തിലല്ല. ഇതൊരു പാർട്ടി ഏൽപ്പിച്ച അല്ലെങ്കിൽ ജനങ്ങളെ ഏൽപ്പിച്ചൊരു ദൌത്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം വർഷങ്ങൾക്ക് മുമ്പ് കിരണൊക്കെ തന്നെ അറിയാമല്ലോ, നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ തുടങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിനിടയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരങ്ങൾ ലഭിച്ചു. അപ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ജയിക്കാൻ സാധിച്ചില്ല. ഇത്തവണ കായംകുളം ജനത നൽകിയ ഒരു അംഗീകാരം, സ്നേഹത്തിന്റെ ഒരു അംഗീകാരം നിയമസഭയിലെത്തിച്ചപ്പോൾ തന്നെ പാർട്ടിയും മുന്നണിയും ഒരു മന്ത്രിയാകാൻ അവസരം നൽകിയതിനുള്ള സന്തോഷമുണ്ട്. അത് ഉത്തരവാദിത്വത്തോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്നു. അവിടെ നിന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആദ്യഘട്ടത്തിലെല്ലാം പരാജയം സംഭവിക്കുന്നു. ഇപ്പോൾ ഒടുവിൽ ജയം. ആ ഘട്ടത്തിലൊക്കെ ഒരു വലിയ ദുഃഖം, ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്, അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഘട്ടത്തേക്ക്? വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടെ ഉള്ളവരൊക്കെ ജയിച്ചൊരു നിലയിലെത്തുമ്പോൾ ആ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ എല്ലാം കൂടെ ഈശ്വരൻ കനിഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഇത്രയേറെ തിരിച്ചടികൾ വരുമ്പോൾ ആരും പതറിപ്പോവും. ഇനി തുടർച്ചയായി വരുന്നു, അപ്പോഴൊക്കെ പരാജയം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ എല്ലാം പിടിച്ചു നിന്ന് സമയത്തോടുകൂടി നിന്നാണ് ഇപ്പോൾ ഒരു ജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അമ്മ എങ്ങനെയാണ് ആ സമയത്തേക്ക് അതിജീവിച്ചത്? എന്റെ മോനെ എന്നെ ധൈര്യം തന്നു നിർത്തിയത്. അമ്മ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ധൈര്യം തന്നു. ഇപ്പൊ ദൈവം ഇരട്ടി മധുരം തന്നു. അമ്മയ്ക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ മകൻ നിരന്തരം അധ്വാനത്തിൽ ജയിക്കുമെന്ന്? പ്രതീക്ഷയുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു മുഹൂർത്തത്തെ കാണുന്നത്? ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. വളരെയധികം സന്തോഷം. മക്കളുടെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോ ആദ്യ തെരഞ്ഞെടുപ്പിലൊക്കെ അത്ര നല്ല ഓർമ്മ കാണില്ല, ചെറിയ ഓർമ്മയാണല്ലോ. ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക്? സ്ട്രെസ്ഫുൾ ആയിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷെ അച്ഛനിൽ വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ആ ഒരു വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ അച്ഛൻ കരയുന്ന വിഷയമൊക്കെ വലിയ വൈറലായി, ജനങ്ങളെല്ലാം കണ്ട്. അത് കണ്ടപ്പോ മോക്ക് എന്താ തോന്നിയത്? വിഷമമുണ്ടായി. കാരണം അച്ഛൻ അങ്ങനെ കരയുന്ന ഒരാളല്ല. അച്ഛൻ യൂഷ്വലി എല്ലാം സ്വന്തമായിട്ട് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ഓക്കെ, സാരമില്ല, എല്ലാം ഇനി ബെറ്റർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അച്ഛൻ എല്ലാം കണ്ടിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ കാര്യം ഞങ്ങൾ വിചാരിച്ചില്ല. കണ്ട വിഷമമുണ്ട്. സന്തോഷമുണ്ട്. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? അവര് എന്റെ കായംകുളത്തുള്ള ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരത് വീട്ടുകാരുടെ അടുത്തൊക്കെ അവരെയൊക്കെ വിളിച്ചു വോട്ടൊക്കെ ചോദിച്ചോ? അവരെന്റെ കൂടെ, ഞാൻ ചോദിക്കുമ്പോ എന്നോട് ഉണ്ടായില്ലായിരുന്നു. ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്കാണ് വരുന്നത്. ലിജുവിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ പാർട്ടിക്കാർക്കുണ്ട്, കേരളത്തിനുണ്ട്. സാധാരണ ഒരു നേതാവിൽ നിന്ന് വ്യത്യസ്തമായ നിങ്ങളുടെ സമീപനം കൊണ്ട്, രീതികളൊക്കെ കൊണ്ട്. അപ്പൊ അത് വെല്ലുവിളിയും വലുതാണ്. ഇനി ലഭിക്കാൻ പോകുന്ന പ്രതീക്ഷിക്കുന്ന വകുപ്പുകൾ സ്വാഭാവികമായും വലിയ വെല്ലുവിളിയുള്ള വകുപ്പാണ്. എങ്ങനെയാണ് അതിനെ അതിജീവിക്കാവുന്നതാണ് പ്രതീക്ഷ? സത്യസന്ധമായും കാര്യക്ഷമമായും പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏത് വകുപ്പാണ് ലഭിക്കുന്നതിനെ കുറിച്ച് എനിക്ക് വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഏത് വകുപ്പ് ലഭിച്ചാലും വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് സത്യസന്ധമായ ഒരു സമീപനത്തോടെ ജനത്തിന് പ്രയോജനപ്പെടണം എന്നൊരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കരഞ്ഞ ലിജു ജയിച്ചു കഴിഞ്ഞപ്പോൾ ആക്രോശിക്കുന്ന ലിജുവായി മാറിയെന്നൊക്കെയാണ് വിമർശനം. അതെന്താണ് കാര്യം? അല്ല, ഞാൻ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. അതായത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ രൂക്ഷമായി തന്നെ പ്രതികരിച്ചും പ്രവർത്തിയുള്ള ആളാണ്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും പ്രതികരണങ്ങൾ ശക്തമായിരുന്നു. പക്ഷെ പരമാവധി സൗമ്യമായും അല്ലോടെ സഹിഷ്ണുതയോടും പെരുമാറുക എന്നുള്ളതാണ് എന്റെ ഒരു പ്രവർത്തന ശൈലി. തെരഞ്ഞെടുപ്പ് സമയത്തും ജനങ്ങളോടുള്ള സമീപനം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ രൂക്ഷമായി പ്രതികരിച്ച ഒരു സന്ദർഭം തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഞാനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പം മുതൽ ഈ കോൺഗ്രസ് വിശ്വാസിയായി മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. അപ്പോൾ പ്രകടനങ്ങൾ ഒക്കെ നിരവധി നടക്കുകയുണ്ടായി. ഞാൻ അതിനെല്ലാം, അതൊന്നും ഒരു തെറ്റായ കാര്യമല്ല, കാരണം അത് പ്രകടനങ്ങൾ നടക്കണം. പക്ഷെ പ്രകടനങ്ങൾ നടക്കുമ്പോൾ മറ്റ് നേതാക്കന്മാരെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ശ്രീ കെ സി വേണുഗോപാലിന്റെ ഫ്ലെക്സ് കീറുന്നു, ശ്രീ വി ഡി സതീശന്റെ ഫ്ലെക്സിൽ വന്ന് ചിലർ തുപ്പുന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ സമമാധ്യമങ്ങളോട് ആക്ഷേപിക്കും. ഞാൻ പറഞ്ഞത്, നമ്മളൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി.
ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും തീരുമാനമെടുക്കും. അപ്പോൾ ആ തീരുമാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന രീതി ശരിയല്ല. ആ ആരാധകരോടാണ്, അത്തരത്തിലുള്ള ആളുകളോട്, അല്ലാതെ ഇപ്പോൾ കോൺഗ്രസിന് സിന്ദാബാദ് വിളിക്കുന്നവർ, നേതാക്കന്മാർക്ക് സിന്ദാബാദ് വിളിക്കുന്നവർ, എൻ്റെ നേതാവ് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, കോൺഗ്രസിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവരും പ്രചരണം നടത്തിയവരും, അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോസ്റ്റർ കീറുന്നവർ, ഫ്ലെക്സ് ചെയ്യുന്നവർ, അസഭ്യം പറയുന്നവർ, നവമാധ്യമങ്ങളോട് ആക്ഷേപിക്കുന്നവർ, കോൺഗ്രസ് പ്രസ്ഥാനത്തെ നാണം കെടുത്തുന്നവർ, അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായ രോഷം. കാരണം എനിക്കറിയാവുന്ന അതിൽ പല ആളുകൾ, ഇപ്പം നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ഫ്ലെക്സ് വെച്ച CPM പ്രവർത്തകരാണ്, അല്ലെങ്കിൽ പ്രകടനങ്ങൾക്കിടയിൽ കയറി ചെയ്യുന്ന പലരും അറിയാവുന്ന പോലും ആളുകളല്ല. അപ്പോൾ അത് കോൺഗ്രസിനകത്ത് അന്തചിത്രം ഉണ്ടാക്കാൻ നടത്തിയൊരു ശ്രമമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. അല്ല, ഞാൻ ഏതെങ്കിലും ഒരു നേതാവിനെ പോലും ഇന്ന ആളാവണമെന്ന് പറഞ്ഞുകൊണ്ടല്ല നടത്തിയത്. അപ്പോൾ അതിൻ്റെ രോഷം എൻ്റെ ശരീരഭാഷയിൽ പ്രതിഫലിച്ചു, സംസാരത്തിൽ പ്രതിഫലിച്ചു. അതൊരു സ്ഥിരം ശൈലിയല്ല. ഈ വൈകാരികത വരുമ്പോൾ അത് മുഖത്ത് പ്രകടമാകുന്നു. ഒരു തെറ്റ് കണ്ടപ്പോൾ അത് രൂക്ഷമായി പ്രതികരിച്ചു. ഈ ഭരണത്തിലേക്ക് വരുമ്പോഴും ഏറ്റവും പ്രധാനം അതാണ്, ഈ തെറ്റ് കാണുമ്പോൾ അതിനെ തിരുത്താൻ കഴിയണം. ഞാൻ സാധാരണഗതിയിൽ അങ്ങനെയുള്ളൊരു ആൾ തന്നെയാണ്. അതായത് ഞാൻ സഹിഷ്ണുത എൻ്റെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എതിരാളികൾ പറയുന്ന കാര്യത്തെ നമ്മൾ അംഗീകരിക്കണം. അതോടൊപ്പം അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കരുത്. ഇതൊക്കെ ഞാൻ അടിസ്ഥാനപരമായി എടുത്തേക്കുന്ന ചില മൂല്യങ്ങളാണ്. പക്ഷേ തെറ്റാണ് എന്ന് പരിപൂർണമായി ബോധ്യമുള്ളൊരു കാര്യത്തോട് രൂക്ഷമായി പ്രതികരിക്കേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ എത്രയോ തവണ മുൻകാലങ്ങളിലും രാജ്യത്തെ വർഗീയ ശക്തികൾക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് എൻ്റെ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മുൻകാല പ്രതികരണങ്ങളുടെ ഇതെല്ലാം തന്നെ യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അത് ഒരു കാര്യം. പക്ഷേ ജനങ്ങളത്തെ സംബന്ധിച്ച് ഞാൻ അത്തരത്തിലൊരു രൂക്ഷമായി അല്ലെങ്കിൽ ശരീരഭാഷ മോശമായി പ്രതികരിച്ചപ്പോൾ നിരവധി മനുഷ്യർ എന്നോട് പറഞ്ഞു, ലിജുവിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞ കാര്യം കുറച്ചുകൂടെ സൗമ്യമായും പിന്നെ സമചിത്തതയോടും പറയാം. ഞാൻ അതിനെ ഒരു ഉപദേശമായി തന്നെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ജനം പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് കാര്യം. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അതിനോട് അന്നും പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഇതാണ്. ആക്ഷേപിക്കുന്ന തരത്തിൽ മറ്റുള്ള നേതാക്കന്മാരെ ആക്ഷേപിച്ച് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന ആരാധകരോട് അടങ്ങണമെന്ന് പറഞ്ഞത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അതിനുകൊണ്ടാണ് ഞാനതിൽ യാതൊരുത്തിലും വരുന്നത്. പക്ഷേ പറയുന്നത് കുറച്ചുകൂടെ സമചിത്തതയോടാവണമെന്നുള്ള നിരവധി സുഹൃത്തുക്കളുടെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഇനിയുള്ള കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ പറഞ്ഞ കാര്യം ഒരു തിരുത്തലിന് വിധേയമാകേണ്ട കാര്യമില്ല. പക്ഷെ നവമാധ്യമങ്ങൾ പലരും ഈ പറഞ്ഞതിന്റെ അഗ്രം മാത്രം എടുത്ത് അത്തരത്തിൽ പറഞ്ഞു തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു. അതൊക്കെ സ്വാഭാവിക പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലൊക്കെ സ്വാഭാവികമല്ല. അതിനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ. എന്തായാലും മന്ത്രി എന്ന നിലയ്ക്ക് ഒരു മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.